ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിവിൽ മെക്കാനിക്കൽ ആസ്പിറൻസിന് നിങ്ങൾക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC ഈ മാസം തന്നെ പുറത്തുവിടും എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള പോസ്റ്റാണ് ഈ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിൽ ITI ഡിപ്ലോമ BTech ഒക്കെ കഴിഞ്ഞവർക്കും അതുപോലെ മെക്കാനിക്കൽ ITI ഡിപ്ലോമ BTech ഒക്കെ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഏത് പോസ്റ്റിലേക്കാണെങ്കിലും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് അഡ്വൈസുകൾ നോർമലി നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കും ഏകദേശം 500-ൽ കൂടുതൽ അഡ്വൈസുകൾ ലാസ്റ്റ് ടൈം പോയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക്, ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സുവർണ അവസരം തന്നെയാണ്. നമുക്ക് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് ആദ്യം കടക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഉള്ള ഒരു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു പോസ്റ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന കേരള വാട്ടർ അതോറിറ്റി വിളിക്കുന്ന പോസ്റ്റുകളാണ്. അത് ഗ്രേഡ് 3 ആണെങ്കിലും ഗ്രേഡ് 2 ആണെങ്കിലും ഗ്രേഡ് 1 ആണെങ്കിലും AE ആണെങ്കിലും നമുക്കത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റ് ഓപ്പറേറ്റർ പോസ്റ്റുകളുണ്ട്. ഏതിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് അഡ്വൈസുകൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ. അപ്പോൾ അതുപോലെ ഒരു ചാൻസ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 485/2020 ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റി. സ്കെയിൽ ഓഫ് പേ നോക്കി 23,000 മുതൽ 58,700 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഗ്രേഡ് 3 വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സാലറി സ്കെയിലാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 36 വരെയാണ്. ലാസ്റ്റ് ടൈം ഇങ്ങനെയായിരുന്നു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അതിൽ ക്വാളിഫിക്കേഷനാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ അവർ കുറേ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. നിങ്ങളപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ അല്ലെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ, അതായത് ITI സിവിൽ അല്ലെ ITI മെക്കാനിക്കൽ കംപ്ലീറ്റ് ആക്കിയവർക്കും, ഈ പറയുന്ന പോലെ ഡിപ്ലോമ ഇൻ സിവിൽ, ഡിപ്ലോമ ഇൻ മെക്ക്, BTech ഒക്കെ കംപ്ലീറ്റ് ആക്കിയവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതല്ലാണ്ട് കുറേ ക്വാളിഫിക്കേഷൻസ് ഇവർ പറയുന്നുണ്ട്, കുറേ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അതല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2022 അതായത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. 3 ഇയർ ആണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി, അത് എക്സ്പയർ ആയിട്ടുണ്ട്. കട്ട് ഓഫ് എത്ര ആയിരുന്നു? 72.33 ആയിരുന്നു കട്ട് ഓഫ്. അപ്പം എക്സാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് ടൈം ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ എക്സാമും ഈ ഗ്രേഡ് 2 എക്സാമും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു ലാസ്റ്റ് ടൈം നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ട് ഓഫ് വളരെ കൂടുതലായിരുന്നു വന്നത്. 72.33 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിലുള്ളവർ 598 പേരായിരുന്നു. ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 503 പേർക്ക് ആണ് അഡ്വൈസ് പോയിട്ടുള്ളത്. 500+ അഡ്വൈസുകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ നല്ലൊരു നമ്പറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും നമുക്കൊരു ജോലി നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് എന്താകും, അല്ലെങ്കിൽ സിലബസ് എന്താകും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് കാണും. കാര്യം ലാസ്റ്റ് ടൈം എന്തായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗ്രേഡ് 3 ഗ്രേഡ് 2 കൂടെ ഒരുമിച്ചായിരുന്നു അവർ എക്സാം കണ്ടക്ട് ചെയ്തത്. രണ്ടിനൂടെ ഒരു സിലബസ് ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഗ്രേഡ് 3യുടെ എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസറിൻ്റെ എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരു സ്പെസിഫിക് ആയിട്ടൊരു സിലബസ് PSC തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗ്രേഡ് 2 വരുമ്പം ഇനിയും കൂടുതലും സാധ്യത ആ ഒരു സെയിം സിലബസ് തന്നെ ആകാനാണ്. ഓക്കെ, വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ ചാൻസ് ഇല്ല. കാര്യം മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഉള്ളതായതുകൊണ്ട് തന്നെ മെക്കാനിക്കലിൻ്റെ പാട്ടും സിവിലിൻ്റെ പാട്ടും പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള പാട്ടുകളും അതിൻ്റെ അകത്ത് കാണും. അപ്പോൾ സിലബസിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ സാധ്യതയില്ല. നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് വെച്ചിട്ട് ലാസ്റ്റ് ടൈം ഗ്രേഡ് 3ക്ക് ചോദിച്ച ആ ഒരു സിലബസ് വെച്ചിട്ടും ആ ഒരു വെയിറ്റേജ് വെച്ചിട്ടും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിൽ ഉള്ളതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം, ബേസിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉണ്ടായിരുന്നു 10 മാർക്കിന്. 2 കൂട്ടർക്കും കോമൺ ആയിട്ട് പറ്റുന്നൊരു ടോപ്പിക് തന്നെയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ ഉണ്ടായിരുന്നു 6 മാർക്കിന്. അത് ഈ പറയുന്ന പോലെ 2 ബ്രാഞ്ചുകാർക്കും ഒരുപോലെ ഉള്ളൊരു സംഭവമാണ്. ഓട്ടോക്യാഡ് 8 മാർക്കിനുണ്ടായിരുന്നു ഓട്ടോക്യാഡ്. അതുപോലെ സർവേയിങ് സിവിൽ ടോപ്പിക്കാണ്, 9 മാർക്കിന് സർവേയിങ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ സർവേയിങ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഗ്രേഡ് 3 എക്സാമിനും അല്ലെങ്കിൽ ഈ പറയുന്ന AE എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കുറേ എക്സാമുകളൊക്കെ എഴുതിയവർക്ക് ഈ ഒരു ടോപ്പിക്കൊക്കെ അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കും. അല്ലാത്തവർക്കും അത്യാവശ്യം കവർ ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ സർവേയിങ് എന്ന് പറയുന്നത്. അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ടോപ്പിക്കാണ്. സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എളുപ്പവും
അല്ലെങ്കിൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും വലിയ പാടുള്ള സംഭവമൊന്നുമല്ല, എളുപ്പം പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 10 മാർക്കാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനും 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, ഹൈഡ്രോളിക്സ് 9 മാർക്കിന്. ഇത് രണ്ടും സിവിൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഈ 3 സബ്ജക്റ്റും സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസസ്. അതായത് ഒരു കോമൺ ടോപ്പിക് തന്നെയാണ്, മെക്കാനിക്കൽ അണ്ടറിലാണ് വരുന്നത്, സ്റ്റിൽ അതൊരു കോമൺ ടോപ്പിക് തന്നെയാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവമാണ്. സർഫേസസിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഡ്രോയിങ് തന്നെയാണ് ആ ഒരു ടോപ്പിക്ക് വരുന്നത്. അടുത്തത് ഫാസ്റ്റ്നേഴ്സ് ആൻഡ് വെൽസ്, മെക്കാനിക്കൽ ടോപ്പിക്കാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്സും അല്ലെങ്കിൽ ഈ പറയുന്ന വെൽഡിങ്, ബേസിക് വെൽഡഡ് ജോയിൻസിനെ പറ്റിയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഗ്രേഡ് 3 എക്സാമുകൾക്കൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണത്. ഓക്കെ, അടുത്തത് 3ാമത്തെ മോഡ്യൂള്, അതായത് മെക്കാനിക്കൽ പാർട്ടിൻ്റെ 3ാമത്തെ മോഡ്യൂളായിട്ട് പറയുന്നത് പൈപ്പ് ജോയിൻസും റിവറ്റഡ് ജോയിൻസും. ജോയിൻസ് തന്നെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ജോയിൻസും റിവറ്റുകളും ടൈപ്പ് ഓഫ് റിവറ്റും അതിൻ്റെ കുറച്ച് നോമൻക്ലേച്ചറും ഒക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത പവർ ട്രാൻസ്മിഷൻ എന്ന് പറയും, ബെൽ ഡ്രൈവും ഗിയർ ഡ്രൈവും ആണ് അവിടെ നമുക്ക് 4ാമത്തെ മോഡ്യൂൾ വരുന്നത്. വെയിറ്റേജ് 4 മാർക്കും 3 മാർക്കുമായിട്ടാണ് വരുന്നത്. അടുത്തത് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം ഗ്രേഡ് 3 ആഡ് ചെയ്തൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇത് നോർമലി നമ്മുടെ ഈ ഒരു എക്സാം ട്രേസർ എക്സാമുകൾക്കൊന്നും വരുന്ന ടോപ്പിക്കല്ല. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. അടുത്ത ലിമിറ്റ്, ഫിറ്റ്സ് ആൻഡ് ടോളറൻസ്, ഇതും ലാസ്റ്റ് ടൈം തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഗ്രേഡ് 3 എക്സാമുകൾ തൊട്ട് നമ്മുടെ എല്ലാ എക്സാമുകളിലും വരുന്നതാണ്. ഈ പറയുന്ന മെക്കാനിക്കലിൻ്റെ എല്ലാ ഓവർസിയർ ലെവൽ എക്സാമുകളിലും ഈ ടോപ്പിക്ക് വരുന്നതാണ്. ലിമിറ്റ്, ഫിറ്റ്സ് ആൻഡ് ടോളറൻസ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ്, 4 മാർക്ക്. അതുപോലെ ബിയറിങ്സ്, ടൈപ്പ് ഓഫ് ബിയറിങ്സും അതിൻ്റെ കുറച്ച് കാറ്റഗറീസും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത്. 4 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഒരു ടെൻറ്റേറ്റീവ് സിലബസ്, അല്ലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സിലബസ് എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം ഈ വാട്ടർ അതോറിറ്റി എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് വളരെ ഒരു എഡ്ജ് ഉണ്ടാക്കുന്ന ഒരു സിലബസ് തന്നെ ആയിരിക്കും ഇനി ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 വരാൻ പോകുന്നത്. അതല്ല, ഇനിയും നിങ്ങൾ ഇതുവരെയും പ്രിപ്പയർ ചെയ്തിട്ടില്ല, നിങ്ങൾ സിവിൽ ഓവർസിയർ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വളരെ കുറച്ച് മെക്കാനിക്കൽ ടോപ്പിക്ക് പഠിച്ചാൽ എന്താണ് ഈ ഒരു എക്സാമിന് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മെക്കാനിക്കലിൻ്റെ എക്സാംസ്, മെക്കാനിക്കൽ ഓവർസിയർ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളും മനസ്സിലാക്കുക, സിവിൽ പോർഷൻസ് കുറച്ച് കൂടുതലുണ്ട്. സ്റ്റിൽ അത് നമുക്ക് പഠിക്കാൻ പറ്റാത്ത ടോപ്പിക്കോ അങ്ങനെയൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഒത്തിരി ഡെപ്തിലൊന്നും പഠിക്കാനൊന്നുമില്ല. ഈ പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനും ഇറിഗേഷനും ഒക്കെ നമുക്ക് വളരെ ഡെപ്തിലൊന്നും പഠിക്കാൻ ഇല്ല, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക്സുകളാണ് അവിടെ ഉള്ളതെന്ന് ആലോചിക്കുക. പിന്നെ കുറച്ച് കോമൺ ടോപ്പിക്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പോലുള്ള കുറേ കോമൺ ടോപ്പിക്സുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെക്കാനിക്കൽ എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിനെ കാര്യമായിട്ട് തന്നെ കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അഡ്വൈസുകൾ പോകുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മാർക്ക് മേടിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനും ജോലി നേടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വേറെ കാര്യങ്ങൾ, വെയിറ്റേജോ കാര്യങ്ങളോ ഒന്നും നോക്കി നമ്മൾ മാറി നിൽക്കാതെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താനും നോക്കുക. അതല്ല, നിങ്ങൾ ഇതുവരെയും ഈ എക്സാമുകൾക്ക് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഓവർസിയർ ലെവൽ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മെക്കാനിക്കൽ എക്സാമുകൾക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുമ്പിൽ ആവശ്യം പോലെ സമയമുണ്ട്, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെയിം സിലബസുമായിട്ട് ബന്ധപ്പെട്ട പല എക്സാമുകളും എപ്പോഴും നമുക്ക് വരുന്നതുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഈ ഒരു സിലബസ് എങ്ങനെ കവർ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും എന്തായിരിക്കണം അതിൻ്റെ സ്ട്രാറ്റജി എന്നും ഒക്കെ നമ്മൾ നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി നമ്മുടെ എക്സ്പെർട്ടായിട്ടുള്ള ഫാക്കൽറ്റി നിങ്ങൾക്കൊരു വെബിനാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 11th ഈ മാസം 11ാം തീയതിയാണ് ആ വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ എൻഎസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്റൻസീവായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റും മെൻറ്റർഷിപ്പും ഒക്കെ അടങ്ങിയ ക്ലാസ്സുകളായിരിക്കും. ഉറപ്പായിട്ടും ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എക്സാമിന് മുൻനിരയിൽ, റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പ് റാങ്കുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതലും ഫസ്റ്റ് റാങ്കുകളും സെക്കൻഡ് റാങ്കുകളും തേർഡ് റാങ്കുകളും ഒക്കെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളോട് കൂടി നിങ്ങൾക്കും ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കിന് ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.